ഇന്നിവിടെ എന്നെ ഒരു സ്പീക്കറായിട്ട് വിളിച്ച SSFനും അതുപോലെ ഇതിൻ്റെ ഭാരവാഹികൾക്കും ഒക്കെ ഒരു താങ്ക്സ്. ഓൾസോ മനോജ് സാറിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഇന്ന് കാണാൻ പറ്റുക നേരിട്ട്. ഞങ്ങൾക്ക് മിണ്ടാൻ പറ്റുമെന്ന് അറിയില്ല, സാറിന് പോകണം എന്നറിയാം, ബട്ട് സ്റ്റിൽ പിന്നെ ഒരിക്കലായാലും ഞാൻ വന്ന് കാണുന്നതായിരിക്കും. ഞാനിന്നിവിടെ കൂടുതലും സംസാരിക്കാൻ പോകുന്ന ഒരു ജനം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എന്തൊരു റോള് വഹിക്കാൻ പറ്റും ഈ ജലം എന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം എന്ന വിഷയത്തിൽ ഒരു യുവജനതയ്ക്ക് എന്തൊരു റോള് വഹിക്കാൻ പറ്റും, അത് വഹിക്കേണ്ട ആവശ്യകതയൊക്കെ തന്നെ പറയുകയായിരിക്കും ഞാൻ ചെയ്യുക. അതും എൻ്റെ ഒരു ജേർണി, എൻ്റെ ഒരു 18 വയസ്സ് തൊട്ടുള്ളൊരു യാത്രയിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഞാൻ പറ്റുന്ന രീതിയിൽ സൂചിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എക്കോസിസ്റ്റം സർവീസസ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? എക്കോസിസ്റ്റം സർവീസസ് കേട്ടിട്ടുണ്ടെങ്കിൽ കൈപൊക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇല്ല, ഓക്കെ. ഞാൻ വളരെ ബ്രീഫായിട്ടൊന്ന് പറയാം. നമ്മൾ എല്ലാവരും തന്നെ ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ വോഡഫോൺ ജിയോ സർവീസസ് ഒക്കെ നമ്മൾ മേടിക്കുമല്ലോ. നമ്മൾ കയറി റീചാർജ് ചെയ്യും. അപ്പോൾ നമ്മളൊരു 50 രൂപ കൊടുക്കും, അല്ലെങ്കിൽ 100 രൂപ കൊടുത്തിട്ടായിരിക്കും റീചാർജ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ ആമസോൺ ആണെങ്കിൽ നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ അതിന് ഡെലിവറി ചാർജ് ഉണ്ടാവും, അല്ലെങ്കിൽ സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ ഡെലിവറി ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ സർവീസസിന് വേണ്ടി കൊടുക്കുന്ന ഫീ ആണ്, ഇല്ലേ? പക്ഷേ നമ്മൾ ഫീ കൊടുക്കാതെ വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് സർവീസസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയാം. ഞാൻ കുറച്ച് ഇൻട്രാക്റ്റീവായിട്ട് ആക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആരെങ്കിലും ഒരാൾ ഫ്രീ ആയിട്ട് എടുക്കുന്ന കുറച്ച് സർവീസസ് ഉണ്ട്. പക്ഷെ ഇതില്ലാതെ ജീവിക്കാനും പറ്റില്ല. അപ്പോഴോ ഫ്രീ ആയിട്ട് ഈ പൈസ ഒന്നും കൊടുക്കാതെ കിട്ടുന്ന കുറേ സർവീസസ്. ജലം, നമുക്ക് കിട്ടുന്നത് ജലം അല്ലേ? ഈ ജലം വെറുതെ ഭൂമിയിൽ ഉണ്ടാവുമല്ലോ ചെയ്യണേ. എവിടെയെങ്കിലുമൊക്കെ ഓരോ പ്രോസസ്സസ് നടന്ന് ആ വെള്ളമാണ് നമ്മൾ ടാപ്പിൽ വഴി കുടിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ തന്നെ. അതുപോലെ എയർ, നമ്മൾ ശ്വസിക്കുന്ന വായു, ഇല്ലേ? ഇതേപോലത്തെ സർവീസസ് നമ്മൾ ഒരിക്കലും പേ ചെയ്യാതെ ഒരുപക്ഷെ ഫ്രീ ആയിട്ട് റിസീവ് ചെയ്യുന്ന സർവീസസിനാണ് എക്കോസിസ്റ്റം സർവീസസ് എന്ന് പറയുന്നത്. പലതരം സർവീസ് ഉണ്ട്. ഇപ്പോൾ ഒരു തരം സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ബീച്ചിൽ പോകാറുണ്ട്. ബീച്ചിൽ എന്തിനാണ് പോകുന്നത്? ബീച്ചിൽ കുറച്ച് നേരം പോയിരുന്ന് കുറച്ച് എന്താ പറയുക, എയറൊക്കെ കിട്ടി ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ച് ആ ഭംഗി ആസ്വദിക്കാൻ, ഇല്ലേ? പക്ഷെ അതൊരു സർവീസാണ്, ഭൂമി തരുന്ന ഒരു സർവീസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സർവീസസിനൊക്കെ എക്കോസിസ്റ്റം സർവീസസ് എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള സർവീസസ് നമുക്ക് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെയൊന്നും വാല്യൂ ചെയ്യാറില്ലെന്ന് വെച്ചാൽ ഇതിന് വില കൽപ്പിക്കാറില്ല, ഇല്ലേ? ഞാൻ ഒരു ഉദാഹരണം പറയാം. വില കൽപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പം, ഒരു പർട്ടിക്കുലർ ജീവിയുണ്ട്. ആ ജീവി ഇല്ലെങ്കിൽ ഭൂമിയിൽ 1/3 ആൾക്കാർക്കും ഭക്ഷണം കാണില്ല. ഏത് ജീവിയാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒരു റാൻഡം ഗസ്. ഇല്ല, തേനീച്ച. നമ്മൾ തേനീച്ച വീട്ടിലൊക്കെ വരാറുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ തേൻ കുടിക്കാറുണ്ട്. അപ്പോൾ തേനീച്ച ഓർക്കുമ്പോൾ തേനീച്ച തരുന്ന സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ച തേൻ തരും എന്നല്ലേ വിചാരിക്കുള്ളൂ. പക്ഷേ ഭൂമിയിലുള്ള 1/3 പരാഗണം അറിയാമല്ലോ, പോളിനേഷൻ, പരാഗണം നടത്തുന്നത് തേനീച്ചകളാണ്. അപ്പോൾ തേനീച്ച ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഭക്ഷണം കിട്ടാതാവും. കാര്യം എന്താ? മാനുവലി നമ്മൾ മനുഷ്യർ തന്നെ പോയിട്ട് പൂക്കളെ ഇങ്ങനെ മാനുവലി പോളിനേറ്റ് ചെയ്യുക എന്നത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഈ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു സംഘടനയുണ്ട്. അവർ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തേനീച്ചകൾ ഭൂമിയിൽ ഇല്ലെങ്കിൽ നമ്മൾ ഏകദേശം $3 ട്രില്യൺ ചിലവാക്കേണ്ടി വരും മാനുവലി ഇത് പോയിട്ട് പോളിനേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ എക്കോസിസ്റ്റം സർവീസസ് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജലം, വായു, അതേപോലെ ഇങ്ങനെ തരുന്ന കുറേ സർവീസസ് ഒക്കെ തന്നെ, നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, പോളിനേഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ സർവീസസ് നമ്മൾ ഒരിക്കലും വില കൽപ്പിക്കാറില്ല. പക്ഷേ ഈ സർവീസസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എസ്പെഷ്യലി യുവജനതയ്ക്ക് പ്രകൃതിയിലെ ഈ റിസോഴ്സസിനെ സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി നമ്മളിപ്പോൾ നടന്നു വന്നപ്പോൾ നിങ്ങൾ തണ്ണീർത്തടം കണ്ടു കാണുമല്ലോ, വെറ്റ്ലാൻഡ്സ്. കയറി വരുമ്പോൾ തന്നെ കുറച്ച് ഇല്ലേ മാംഗ്രോവ്സ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ തണ്ണീർത്തടം തരുന്ന സർവീസ് എന്താണെന്ന് ആലോചിച്ചേക്ക്. ഒന്ന്, നിങ്ങൾ എവിടെ ഇരുന്ന് ആ ഭംഗി ആസ്വദിക്കുന്നുണ്ട്, ഇല്ലേ? പാർക്കിൽ വരുന്നു, അതിൽ നോക്കിയിരിക്കുന്നു, വെള്ളമുണ്ട്, മീനുണ്ട്, ഇല്ലേ?
തണ്ണീർത്തടം തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കൺസർവേഷനാണ്. കാരണം തണ്ണീർത്തടം വഴി ആണ് വെള്ളം സ്റ്റോർ ചെയ്ത് ആ വെള്ളം ഭൂമിയുടെ അടിയിൽ പോയി നമ്മൾ കിണർ വഴിയൊക്കെ കോരുന്നത്. അപ്പോൾ തണ്ണീർത്തടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വെള്ളം ലഭിക്കുക. അതുകൊണ്ട് തണ്ണീർത്തടങ്ങളുടെ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തണ്ണീർത്തടം തരുന്ന എല്ലാവരും മത്സ്യം കഴിക്കുന്നവരാണോ? ആണല്ലോ. ഈ മത്സ്യം ഉണ്ടാവണമെങ്കിൽ ഇവരുടെ ഇടയ്ക്ക് റിപ്രൊഡക്ഷൻ നടക്കണം. മത്സ്യങ്ങൾ ഈ മാംഗ്രോവ്സിൻ്റെ ഇടയ്ക്ക് പോയിട്ടാണ് റിപ്രൊഡക്ഷൻ നടത്തുക. അവരുടെ വീടെന്ന് പറഞ്ഞാൽ ഈ മാംഗ്രോവ്സ് ആണ്. അപ്പോൾ ഈ മാംഗ്രോവ്സിൻ്റെ ഇടയ്ക്ക് പോയി റിപ്രൊഡക്ഷൻ നടന്നിട്ടാണ് കുട്ടികളുണ്ടായി, വലുതായി നമ്മൾ മത്സ്യമായിട്ടുമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ തണ്ണീർത്തടങ്ങളില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് മത്സ്യം ലഭിക്കാതാവും. അപ്പോൾ അതൊരു സർവീസാണ് ഇല്ലേ? ഈ മാംഗ്രോവ്സും തണ്ണീർത്തടങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് മത്സ്യം കിട്ടുന്നു, ജലലഭ്യത, ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ സർവീസസാണ്. അപ്പം വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷൻ, അതേപോലെ വെറ്റ്ലാൻഡ്സ് തണ്ണീർത്തടങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട മറ്റൊരു ആവശ്യം എന്താ? പ്രധാനമായിട്ട് ഫ്ലഡ്. നമുക്ക് അറിയാം 2018 മുതൽ ഇങ്ങോട്ട് പല തവണയായിട്ട് നമുക്ക് ഫ്ലഡിൻ്റെ ഇഷ്യൂസ്, എസ്പെഷ്യലി കോഴിക്കോട് ഒരുപാടധികം ഇമ്പാക്റ്റഡ് ആയിട്ടുണ്ട്. തണ്ണീർത്തടങ്ങളുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഫ്ലഡ്സിനെ അതൊരു സ്പോഞ്ച് പോലെ ആക്ട് ചെയ്യും, വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ വെറ്റ്ലാൻഡ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യമാണ്. ഇനി ഞാൻ എൻ്റെ ഒരു ഞാനൊരു വാട്ടർ എക്സ്പേർട്ടല്ല, ഞാൻ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പേർട്ടാണ്. പക്ഷേ എൻ്റെ ജേർണി, എൻ്റെ ഒരു കരിയർ തുടങ്ങിയത് ജലത്തെ സംബന്ധിച്ചുള്ള വർക്കിലാണ് തുടങ്ങിയത്. അപ്പോൾ ഒരു 18-19 വയസ്സുള്ളപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് കോളേജിൽ പഠിക്കുകയാണ്. അപ്പം അവിടെ ഞങ്ങളൊരു കൂട്ടം, ഇങ്ങനെ നിങ്ങളെപ്പോലെ ഒരു കൂട്ടം ജനത, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ ട്രിവാൻഡ്രം സിറ്റിയിൽ ഫേസ് ചെയ്യുന്ന പല ഇഷ്യൂസിനെ നമുക്ക് എങ്ങനെ നേരിടാം, ആ ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായി. അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ വന്നതെന്ന് വെച്ചാൽ മലയൻകീഴ് എന്ന് പറഞ്ഞ പഞ്ചായത്തുണ്ട്. മലയൻകീഴ് പഞ്ചായത്ത് കുറച്ച് ട്രിവാൻഡ്രത്തുനിന്ന് മാറിയിട്ടാണ്, ഒരു സിറ്റിയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറി. അപ്പം അവിടെ ആ പഞ്ചായത്തിൽ ആ വർഷം വെള്ളമില്ലായിരുന്നു. എസ്പെഷ്യലി സമ്മറിൽ കിണറ്റിൽ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നു. അത് മാത്രമല്ല ഒരു വലിയ പ്രശ്നമായി. കാരണം സിറ്റിയിലാണെങ്കിൽ നമുക്ക് ടാങ്കറിൽ വന്ന് വെള്ളം അടിക്കാം, പക്ഷേ കിണറ്റിൽ വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ സ്ഥലത്ത് പോയി സ്റ്റഡി നടത്തി. നമ്മൾ ആരും ഈ പറഞ്ഞ പോലെ സയൻറ്റിസ്റ്റുകളോ ഒന്നും തന്നെയല്ല. നമ്മൾ പക്ഷെ അവിടെ പോയി സ്റ്റഡി നടത്തുകയും ആ സ്റ്റഡിയുടെ ബേസിസിൽ മനസ്സിലായി ഇവിടെ കിണറ്റിൽ വെള്ളം ഇല്ലാത്തത് മെയിൻലി വെള്ളം ഇറങ്ങാനുള്ള സംവിധാനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണ എന്താ പറ്റുക? മഴ പെയ്യുന്നു, ആ മഴ മണ്ണിലൂടെ താഴോട്ട് പോകുന്നു ഇല്ലേ? പക്ഷേ ഇപ്പം എന്താക്കി, നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റമൊക്കെ തന്നെ ടൈൽസ് ഇട്ടേക്കാണ്. അപ്പം കട്ടി മണ്ണോ അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള റോഡോ സിമെൻറ്റഡ് റോഡോ ആണെങ്കിൽ വെള്ളത്തിന് താഴെ പോകാനുള്ള സാധ്യത കുറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കടലിലേക്ക് ഒലിച്ചു പോവുക ചെയ്യുക. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലൊരു സെറ്റ് ഓഫ് യങ്സ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ അവിടുത്തെ പഞ്ചായത്തുമായിട്ട് സംസാരിച്ചു, എന്നിട്ട് കുറച്ച് എക്സ്പേർട്ടുകളായിട്ട് സംസാരിച്ചു. അപ്പം അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മഴവെള്ള സംഭരണി വെക്കുക എന്നുള്ളതാണ്. സംഭരണിയല്ല, മഴവെള്ള കിണർ റീചാർജ്. കാര്യം ഇവരൊക്കെ ഈ മലയൻകീഴ് പഞ്ചായത്തിലുള്ള എല്ലാവരും ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കണത്. അപ്പോൾ കിണറ്റിലേക്ക് തന്നെ നമുക്ക് ഈ മഴവെള്ളത്തിനെ വിടാൻ പറ്റിക്കഴിഞ്ഞാൽ എളുപ്പമായി. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ ഏകദേശം 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂഫ് ടോപ്പ്, എനിക്ക് കൃത്യ നമ്പർ ഓർമ്മയില്ല, 100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂഫ് കൂരയിൽ നിന്നും, ഇങ്ങനൊരു കൂര 100 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു കൂരയിൽ നിന്ന് ഏകദേശം 20,000-30,000 ലിറ്റർ വെള്ളം ഒരു വർഷം കിട്ടും. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഫ്ലോ കറക്റ്റാക്കി പൈപ്പ് വഴി കിണറ്റിലേക്ക് തന്നെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ശരിക്കും ജലനിരപ്പ് കൂടും. ഇതാണ് വളരെ സിമ്പിളായിട്ട് ഉള്ള സിസ്റ്റം. ഇതിന് ഒരുപാട് പൈസയൊന്നും ആവത്തുമില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ പഞ്ചായത്തോട്ട് ചർച്ച ചെയ്ത് 5 വീടുകളിൽ ഈ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം ആ വർഷം വെച്ചു. ഞങ്ങൾ തന്നെ പൈസ റേസ് ചെയ്ത് വീടുകളിലൊക്കെ കയറി പൈസ റേസ് ചെയ്ത് 5 വീടുകളിൽ കിണർ റീചാർജ് സിസ്റ്റം വെച്ചു. വേറെ ഒന്നുമില്ല, ഈ കൂരയിൽ വീഴുന്ന വെള്ളം ഒരു പൈപ്പ് വഴി ഒരു ടാങ്കിൽ വരും, 500 ലിറ്ററിൻ്റെ ടാങ്കിൽ. ആ ടാങ്കിൽ മണൽ, മെറ്റൽ, ചിരട്ടക്കരി അതുവഴി പാസ് ചെയ്തിട്ട് ഈ വെള്ളം പോയി കിണറ്റിലേക്ക് വീഴുന്നു. അപ്പോൾ ഫിൽട്ടറായി. ഇപ്പോൾ കാക്കയുടെയും അല്ലെങ്കിൽ പീജിയൻ പൂപ്പൊക്കെ ഉള്ളത് അതൊക്കെ ഫിൽട്ടറായി താഴേക്ക് പോകണം. അസിഡിറ്റി ഉണ്ടാവും, അതൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഒരു പരിധി വരെ കുറയും. ഈ ഫിൽട്ടർ ചെയ്ത് പൊടി മാലിന്യങ്ങളൊക്കെ തന്നെ മാറും. അടുത്ത വർഷം ആ ചെയ്ത വീടുകളിലൊക്കെ വെള്ളം ഉണ്ടായി കിണറ്റിൽ, അറ്റ്ലീസ്റ്റ് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ വെള്ളം ഉണ്ടായി.
മാത്രമല്ല ഒരു വീട്ടിൽ ഹാർവെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീടിന് മാത്രമല്ല ഗുണം ഉണ്ടാവുക, ചുറ്റുമുള്ള വീടുകളൊക്കെ കിട്ടും. കാരണം നമ്മളൊക്കെ ഒരു ബക്കറ്റ് പോലെ ഒരു സാധനത്തിൽ നിന്നാണ് നമ്മളെല്ലാം വെള്ളം എടുക്കുന്നത്. നമ്മുടെ കിണറുകൾ സ്ട്രോ ആണെന്ന് വിചാരിക്കുക, ചിലപ്പോൾ ഒരു ബക്കറ്റിൽ നിന്ന് ചിലപ്പം 10 സ്ട്രോ ആയിരിക്കും ഇടുക. 10 സ്ട്രോ 10 കിണറുകളായിരിക്കും. അങ്ങനെ ഞങ്ങൾ പഞ്ചായത്ത് തന്നെ ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ബക്കറ്റ് പോലെയാണ് നമ്മൾ എടുക്കുന്ന അണ്ടർഗ്രൗണ്ട് ലെവൽ. അവിടുന്ന് സ്ട്രോ പോലെ 10 സ്ട്രോകളാണെങ്കിൽ 10 കിണറുകളാണെന്ന് വിചാരിക്കുക. അങ്ങനെ വെള്ളം വലിച്ചെടുക്കുക ഇല്ലേ. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, പഞ്ചായത്ത് സബ്സിഡി എന്നിട്ട് എല്ലാ വീടുകളിലും 90% സബ്സിഡിയോടെ എല്ലാ വീടുകളിലും അവർ നെക്സ്റ്റ് അടുത്ത വർഷത്തിൽ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം വെച്ചു. ഇത് വളരെ സിമ്പിളായിട്ട് ഞങ്ങളൊരു 10-15 യങ്സ്റ്റേഴ്സായിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. പക്ഷേ പഞ്ചായത്ത് അത് ഏറ്റെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഓൾസോ ഇസ് ദാറ്റ് നിങ്ങൾ ഓരോരുത്തരും ഒരു ഗ്രൂപ്പായിട്ട് വിചാരിക്കുകയാണെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയ്ക്ക് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഞാൻ കോളേജിൽ പഠിക്കാൻ പോയപ്പോൾ കോളേജിലും ഇതേ സെയിം ഇഷ്യൂ ഉണ്ടായി. ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് മുംബൈയിലൊരു കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ബോർവെല്ലിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ആ പർട്ടിക്കുലർ സമ്മർ മാസത്തിൽ ബോർവെല്ലിലെ വെള്ളമെല്ലാം വറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അവിടുത്തെ ഡയറക്ടറിനെ പോയി കണ്ടു, സംസാരിച്ചു, ഇങ്ങനെ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ഡയറക്ടർ അഗ്രി ചെയ്തു. നമ്മളൊരു പൈലറ്റ് ഫേസ് എന്നതിലേക്ക് 3 ലക്ഷം രൂപ ഡയറക്ടർ അനുവദിച്ചുകൊണ്ട് ബോർവെല്ലിലേക്ക്, അതായത് ആ ക്യാമ്പസിനുള്ളിൽ, കോളേജ് ആകുമ്പോൾ നമുക്കറിയാം വലിയ ക്യാമ്പസ് ആണല്ലോ, ക്യാമ്പസിനുള്ളിൽ വീഴുന്ന വെള്ളമൊക്കെ തന്നെ ഒന്നിച്ച് വന്ന് ബോർവെല്ലിനകത്തേക്ക് റീചാർജ് ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുകയുണ്ടായി. അങ്ങനെ എന്തായി, അടുത്ത വർഷം തൊട്ട് സമ്മറിൽ ബോർവെല്ലിൽ വെള്ളത്തിന് ഒരു ക്ഷാമം ഉണ്ടായിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ യുവജനതയായിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാടധികം കാര്യങ്ങൾ, ഒരു സംഘടന എന്ന രീതിയിൽ ഒരുപാടധികം കാര്യങ്ങൾ വാട്ടർ കൺസർവേഷനിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാലാവസ്ഥ വ്യതിയാനമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചൂട് കൂടുമ്പോൾ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യും. ആ ഇവാപ്പറേറ്റ് ചെയ്യുന്ന വെള്ളം പക്ഷേ ഒന്നിച്ച് ഒറ്റയടിക്ക് ഒരു ഫ്ലഡായിട്ട് വരികയും ചെയ്യുമ്പോഴാണ് നമ്മൾ അതേ ഫ്ലാഷ് ഫ്ലഡ്സ് എന്ന് പറയും. അപ്പം അല്ലെങ്കിൽ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയും. ഒന്നിച്ച് കുറേ മേഘങ്ങളെല്ലാം കൂടെ മേഘവിസ്ഫോടനം നടന്ന് അത് മഴയായിട്ട് വരുന്നു. അപ്പോൾ ഫ്ലാഷ് ഫ്ലഡ്സ് ഉണ്ടാകുന്നു. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചും വാട്ടറും വളരെയധികം കണക്റ്റഡ് ആയിട്ടൊരു ഏരിയയാണ്. ഇനി മറ്റൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇന്നോവേഷനിലാണ്. ഈ SSF പോലൊരു സംഘടനയ്ക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവയർനെസ് ആണ്. നമുക്ക് ഇപ്പം ഈ പറഞ്ഞ സെഷൻസും ഒക്കെ തന്നെ വീഡിയോ കോണ്ടൻ്റ് ആയിട്ടും, അതേപോലെ വളരെ ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ ചെയ്യുന്ന പോലത്തെ വെള്ളത്തെക്കുറിച്ചും ജലത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൾക്കാരിൽ എത്താൻ പറ്റും ഇല്ലേ. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു എക്കോസിസ്റ്റം സർവീസസിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ നമുക്ക് സ്കൂൾ കുട്ടികളിൽ എത്താൻ പറ്റുമോ ഇല്ലേ. അപ്പോൾ അതേപോലെ ഖുർആൻ പഠന ക്ലാസ്സുകളിൽ എത്തിക്കാൻ പറ്റുമോ. അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത, അതിൻ്റെ ആവശ്യകത, ഇതൊക്കെ തന്നെ പറയാൻ പറ്റുമോ. അതേപോലെ തന്നെ ഈ വാട്ടർ എന്ന് പറഞ്ഞ ഏരിയയിൽ ഒരുപാടധികം തൊഴിലവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ. അപ്പം നമ്മുടെ കുട്ടികൾക്ക് ഈ വാട്ടർ എന്ന ഏരിയയിൽ തന്നെ ഉള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റില്ലേ എന്നൊരു ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ തൊഴിലുകളാണ് ഈ വാട്ടർ എന്ന വിഷയത്തിലാണുള്ളത്? എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളജിസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ എന്താണ് ഹൈഡ്രോളജിസ്റ്റ് ചെയ്യുന്നത്? ഒരു ഹൈഡ്രോളജിസ്റ്റ് ചെയ്യുന്ന, ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടറാണ്, വാട്ടർ. ഒരു ഹൈഡ്രോളജിസ്റ്റ് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലൂടെ ഒലിക്കുന്ന വെള്ളത്തിൻ്റെ ഫ്ലോയും അതിൻ്റെ റേഷ്യോയും അതിൻ്റെ പലതരത്തിലുള്ള ഫീച്ചേഴ്സും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. ഒരു നദി എങ്ങനെ ഒഴുകണം, ആ ഒഴുകുന്ന നദിയിൽ എത്ര വെള്ളം നിൽക്കാൻ പറ്റും, ഒരു റിസർവോയറിൽ ഒരു ഡാമിൽ എത്ര വെള്ളമുണ്ട്, ആ വെള്ളം എങ്ങനെ കൺട്രോൾ ചെയ്യണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഹൈഡ്രോളജിസ്റ്റ് എന്ന് പറഞ്ഞത് ഒരു വലിയ തൊഴിലവസരമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം എന്താ, വെള്ളമില്ലാതെ ബിസിനസ്സുകളില്ല, വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, വെള്ളമില്ലെങ്കിൽ എക്കണോമി തന്നെ ഇല്ലാതാവും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ബാംഗ്ലൂരെ വാട്ടർ ക്രൈസിസ് നിങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ കഴിഞ്ഞ മാസം. അപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയത് ആരാന്നറിയോ? അവിടെ
എല്ലാവരും എഫക്റ്റഡ് ആയി, എന്നാലും ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയത് സിറ്റിയിലെ വെള്ളം, സിറ്റിയിലുള്ളവർ. പക്ഷെ ഒരു പർട്ടിക്കുലർ വിഭാഗം ആൾക്കാർ പറയുകയാണെങ്കിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയത് ബിസിനസ്സുകളാണ്. ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരാണ്. എങ്ങനെ? കാരണം എന്താ, ഹോട്ടലിൽ എല്ലാത്തിനും വെള്ളം വേണം. പാത്രം കഴുകണമെങ്കിൽ വെള്ളം വേണം, ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ വെള്ളം വേണം, പാത്രം കഴുകാതെ കൊടുക്കാൻ പറ്റില്ല, ടാപ്പിൽ വെള്ളം വേണം, അതായത് കൈ കഴുകാൻ വെള്ളം കൊടുക്കണം, കുടിക്കാൻ വെള്ളം കൊടുക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ എത്രയോ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടല്ലേ, ഭയങ്കര അടിപൊളി ഭക്ഷണമാണ്. അപ്പോൾ ഇത്രയും റെസ്റ്റോറൻറ്റ്സിൽ വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ എത്ര പേരുടെ കുടുംബം ഒരു 10-15 ദിവസം വെള്ളം തിരിച്ച് സ്ഥിരമായിട്ട് വരുന്നത് വരെ ജോലി ഇല്ലാതാവേക്കാം ഇല്ലേ? ബിസിനസ്സിന് പ്രോഫിറ്റിൽ നിന്ന് ലോസിലേക്ക് മാറിയേക്കാം. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസം കുടിക്കുന്നൊരു അല്ലെങ്കിൽ കുളിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആയിട്ട് മാത്രം കാണല്ലേ. വെള്ളം ഇല്ലാതിരുന്നാൽ ഒരു എക്കണോമി തന്നെ തകരാം ഇല്ലേ? ഒരു ജില്ല അല്ലെങ്കിൽ ഒരു റീജിയൻ തന്നെ ഇല്ലാതാവാം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരുപാടധികം എക്സ്പേർട്ടുകളെ വേണം. അപ്പോൾ എന്തൊക്കെ എക്സ്പെർട്ടൈസ് ഉള്ളത്? ഒന്നൊന്ന് ഹൈഡ്രോളജിസ്റ്റാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ജലത്തിൻ്റെ ഒഴുക്കും ഒക്കെ മനസ്സിലാക്കിയിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ എൻജിനീയറിങ്ങോ അർബൻ പ്ലാനിങ്ങോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ പോകാൻ പറ്റും. സാനിറ്റേഷൻ എന്താ? വൃത്തി അല്ലേ? അല്ലെങ്കിൽ സാനിറ്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള ജോബുകൾ ഒരുപാടധികം വരും. സാനിറ്റേഷൻ പ്ലാനർ ഒക്കെ തന്നെ തസ്തികകളാണ്. പലതരത്തിലുള്ള ജോബുകൾ ഉണ്ടാക്കണം. പിന്നെ ഹൈഡ്രോജിയോളജിസ്റ്റ്, ഭൂമിയിലെ അടിയിലൂടെ ഒഴുകുന്ന വെള്ളം. നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് ഭൂമിയിലെ അടിയിലൂടെയാണ് ഇല്ലേ? ഗ്രൗണ്ട് വാട്ടറിലൂടെ പോകുന്ന വെള്ളമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം ആ ജലത്തിനെ ഏത് തരത്തിലാണ് നമുക്ക് അങ്ങനെ ഒരു തസ്തികയാണ് ഹൈഡ്രോജിയോളജിസ്റ്റ്. അതുപോലെ വാട്ടർ യൂട്ടിലിറ്റി മാനേജർ. നമ്മുടെ വീട്ടിലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുന്നത് ഒരു വാട്ടർ യൂട്ടിലിറ്റി മാനേജറാണ്. അപ്പം അങ്ങനെയുള്ള തസ്തികകളുണ്ട്. അതേപോലെ ഫ്ലഡ് റിസ്ക് മാനേജർ. ഫ്ലഡ് റിസ്ക് എന്താ? ഒരു പ്രളയം വരുവാണെങ്കിൽ അത് വരാതിരിക്കാനും അത് വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിൽ ഈ ജലത്തിനെ മാനേജ് ചെയ്യാമെന്നും. ഉദാഹരണത്തിന് നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്, ഇന്ന ഡാം ഇന്ന ദിവസം തുറക്കുകയാണ് എന്നൊക്കെ കാണാറുണ്ടല്ലോ. അപ്പം ഇതൊക്കെ ഫ്ലഡ് റിസ്ക് മാനേജറാണ് ചെയ്യുന്നത്. അതേപോലെ അർബൻ പ്ലാനർ. നമ്മുടെ NIT കാലിക്കറ്റിൽ തന്നെ അർബൻ പ്ലാനിങ്ങിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. ഒരു സിറ്റി എങ്ങനെ ഗ്രോ ചെയ്യണം, ആ സിറ്റിയിലെ ജലസ്രോതസ്സുകൾ എങ്ങനെ വളർത്തണം, ആ സിറ്റിയിൽ ഇലക്ട്രിസിറ്റി എവിടെ നിന്നൊക്കെ വരണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ അർബൻ പ്ലാനേഴ്സാണ് ചെയ്യണം. ഇറിഗേഷൻ സ്പെഷ്യലിസ്റ്റ്. നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുക. പക്ഷേ വെള്ളം, അങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഇറിഗേഷൻ ചെയ്യണം ഇല്ലേ? വേണ്ടത്ര അതിന് ഈ കൃഷി ചെയ്യാനുള്ള വെള്ളം കൊടുക്കുകയും. അപ്പം അത് ബേസ് ചെയ്തിട്ടുള്ള ഇറിഗേഷൻ സ്പെഷ്യലിസ്റ്റ് തസ്തികകളുണ്ട്. പിന്നെ ക്യാമ്പയിനർ വലിയൊരു തസ്തികയാണ്. അതിലേക്ക് ഒരുപാടധികം ജോലികൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ക്യാമ്പയിനർ, വാട്ടർ ക്യാമ്പയിനേഴ്സ്, അതായത് ജലത്തിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുവാനും അതിൽ തന്നെ ഒരുപാടധികം വർക്ക് ചെയ്യാനും ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ കൂടെ വർക്ക് ചെയ്യാനുള്ള ക്യാമ്പയിനേഴ്സ്. വാട്ടർ പോളിസി എന്താ? നമ്മുടെ സർക്കാർ കൊണ്ടുവരുന്ന പോളിസീസ് ഇല്ലേ? അല്ലെങ്കിൽ പഞ്ചായത്തിലോ ഒക്കെ ഉണ്ടാകുന്ന പോളിസീസ്. വാട്ടർ പോളിസിയിൽ മാത്രം ഒരുപാടധികം ജോബ്സ് ഉണ്ട്. പിന്നെ റൂറൽ വാട്ടർ എക്സ്പേർട്ട്, ഗ്രാമങ്ങളിലുള്ള ജലത്തിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ പറയുന്ന എക്സ്പേർട്സ്. അപ്പോൾ ഇങ്ങനെ ഒരുപാടധികം ജോലി സാധ്യതകൾ ഈ ജലം എന്നൊരു ഏരിയയിൽ തന്നെ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പായിട്ട് കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനും, അതേപോലെ കോളേജ് വിദ്യാഭ്യാസത്തിലൊക്കെ തന്നെ ജലം ബേസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും. മാത്രമല്ല, നമ്മൾ പലതരം ജോലികൾ ചെയ്യാറുണ്ടല്ലേ. ആൾക്കാരിപ്പം എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു, IT എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷേ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഭൂമിയുടെ റിസോഴ്സസ് സംരക്ഷിക്കുവാനും ബേസ് ചെയ്തിട്ടുള്ള ജോലികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കതൊരു പോസിറ്റീവ് ജോലിയാണ്. നമ്മൾ ചെയ്യുന്നതിന് ഒരു ഗുണമുണ്ട് അല്ലേ? വെറുതെ ഒരു IT എഞ്ചിനീയർ ആയതുകൊണ്ട് മോശമാണെന്നല്ല. പക്ഷേ IT എഞ്ചിനീയർ ആകുമ്പോൾ നമ്മൾ വെറുതെ കുറേ നേരം കമ്പ്യൂട്ടർ മുന്നിൽ ഇരിക്കുന്നു, കുറച്ച് പ്രൊഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജലത്തിലോ റിന്യൂവബിൾ എനർജിയിലോ ഒക്കെ വർക്ക് ചെയ്താൽ നമുക്ക് ഭൂമിക്ക് തിരിച്ച് നൽകുകയാണ്. ഇനി ഞാനിവിടെ വരുന്നതിൻ്റെ മുമ്പേ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ സത്യം പറഞ്ഞാൽ സൗദിയിലാണ് ജനിച്ചു വളർന്നത്. അച്ഛനും അമ്മയൊക്കെ അവിടെ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, മലയാളം മൈക്കിൽ അത്ര ഫ്ലുവൻ്റ് അല്ല. അപ്പം
പുണ്യനഗരമായ സൗദിയിൽ ജനിച്ചു വളർന്നിട്ട് ഈ പറഞ്ഞ പോലെ അമ്മ, ഞാൻ ജന്മം കൊണ്ട് ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, പക്ഷെ അമ്മ എല്ലാം വായിക്കും, ഖുറാനും ഭഗവത്ഗീതയൊക്കെ വായിക്കും. അപ്പം ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഞാനിങ്ങനെ ഒന്ന് ഗൂഗിൾ ചെയ്ത് വായിക്കുമായിരുന്നു ഖുറാനിലെ സൂറകളൊക്കെ. അപ്പം അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടൊരു സൂറ അൽ മുൽക്ക് 68ാമത്തെ ചാപ്റ്റർ 15ാം വേഴ്സ്. ഹാവ് യു കൺസിഡേർഡ് ഇഫ് യുവർ വാട്ടർ വാസ് ടു കം സങ്കൺ ഇൻ ടു എർത്ത് ദെൻ ഹൂ കുഡ് ബ്രിങ് യു ഫ്ലോയിങ് വാട്ടർ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിലുള്ള വെള്ളമൊക്കെ തന്നെ ഭൂമിയിലേക്ക് അങ്ങ് വലിച്ചെടുക്കുകയെന്ന് വിചാരിക്കുക. നമുക്ക് ഒട്ടും തന്നെ ആക്സസ് ചെയ്യാൻ വെള്ളമില്ല എങ്കിൽ വെള്ളം എവിടെ നിന്നാണ് ഫ്ലോ ആവുക? എവിടെയാണ് വെള്ളം ഫ്ലോ ആവുക? ഫ്ലോ കാണത്തില്ല ഇല്ലേ? ഇപ്പം നമുക്കറിയാം നദികൾ ഒഴുകുന്നു, ഒഴുക്ക് കാണില്ല. ഭൂമിയുടെ മുകളിലുള്ള ഒഴുക്കും ഭൂമിക്ക് അടിയിലുള്ള ഒഴുക്കും ഈക്വലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റയടിക്ക് ഈ ഗ്രാവിറ്റി നഷ്ടപ്പെട്ടാൽ നമ്മളൊക്കെ പറക്കുമെന്ന് പറയുന്ന പോലെ ഒറ്റയടിക്ക് വെള്ളം ഇല്ലാതായി കഴിഞ്ഞാൽ ഖുർആനിൽ പറയുന്നതാണ് എന്ത് സംഭവിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് വാട്ടർ. അതേപോലെ ജലലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിയായി കാണുമ്പോൾ ഒരുപാട് മഴയുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ കാലാവസ്ഥ വ്യതിയാനം കാരണം നെക്സ്റ്റ് 5 വർഷത്തിൽ വെള്ളത്തിൻ്റെ ലഭ്യത കുറയാനുള്ള സാധ്യതകൾ കൂടുകയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. മാത്രമല്ല ഈ സെക്ടറിൽ വർക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിലപ്പുറം മറ്റൊന്നും തന്നെ ഇല്ല. നിങ്ങൾ എസ്പെഷ്യലി കൊച്ചു കുട്ടികളെ തൊട്ട് ഈ ഒരു കാലാവസ്ഥ വ്യതിയാനവും പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കോളേജ് ഡിഗ്രികളും ഒക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നല്ല ജോബാണ്, ഡീസൻ്റ് ആയിട്ടുള്ള ജോബുകൾ ഈ ഒരു മേഖലയിൽ സൃഷ്ടിക്കാൻ കഴിയും. വളരെ മനോഹരമായ, വളരെയധികം കണ്ടൻറ്റ് ബേസ്ഡ് ആയ ഒരു സംസാരമാണ് സഞ്ജു സാർ ഇവിടെ നടത്തിയത്. ഞാനിങ്ങനെ സാറിൻ്റെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് പാളി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ എല്ലാ സാധനവും നഷ്ടപ്പെട്ടു. ഞാനൊരു നിരായുധനായി ഇരിക്കേണ്ട അവസ്ഥ വന്നു. എന്താ സംഭവം എന്നറിയോ? ഞാൻ കാര്യമായി ഹൈലൈറ്റ് ചെയ്യാൻ വെച്ചൊരു കാര്യം ബാംഗ്ലൂരിലെ ഒരു വാട്ടർ സ്കേഴ്സിറ്റി ആയിരുന്നു. അത് സാറ് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാനത് പരിശുദ്ധ ഖുർആനുമായി കണക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവസാനം മൂപ്പര് അതുമാണ് പറയുന്നത്. സൂറത്തുൽ മുൽക്ക് ഞാൻ ഒന്നും കൂടി ആഡ് ചെയ്യാം. പരിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. അതിൽ സാറോട് സൂചിപ്പിച്ച സൂറത്തുൽ മുൽക്ക് തബാറക്കാന്നും പറയും. അത് ഓരോ വിശ്വാസിയും സന്ധ്യാനമസ്കാരം മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു നിത്യവൃത്തിയായി എന്നും പാരായണം ചെയ്യുന്നൊരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതിൻ്റെ അവസാനിക്കുന്നത് ആ അധ്യായം അവസാനിക്കുന്നത് ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങോട് കൂടിയാണ്. തലക്കടിക്കുമ്പോൾ ചോദ്യം കുൽ ഇൻ നസ്ബഹമാവുക്കും ഗൗറ ഫമയ്യത്തിയേക്കും ബിമ ഇമ്മഴീൻ എന്നാണ് ചോദ്യം. പെട്ടെന്ന് വിളിച്ച് ചോദിക്കുക. നമ്മൾ ക്ലാസ് റൂമുകളിലൊക്കെ ബ്രെയിൻ സ്റ്റോമിങ് ടെക്നിക്ക് നടത്താറുണ്ടല്ലോ. പറയൂ, നിങ്ങൾ ഇൻ അസ്ബഹമാവുക്കും ഗൗറ. ഹസ്ബഹ എന്ന വാക്ക് ടു ബിക്കം, ആയിത്തീരുക എന്നതിനാണ് ഉപയോഗിക്കാമെന്നെങ്കിലും സ്പെസിഫിക്കലി ഇൻ ദി മോർണിംഗ് സുബഹ് നിങ്ങൾ പുലർന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ വെള്ളമെല്ലാം വറ്റി വരണ്ടു പോയിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മമൈ എഴുത്തിയേക്കും ബിമാ ഇമ്മഴീൻ, നല്ല വെള്ളം നിങ്ങൾക്ക് ആര് തരും എന്നൊരു ചോദ്യമാണത്. സത്യത്തിൽ ഞാൻ ഖുർആൻ പഠിക്കുന്ന കാലത്ത്, തഫ്സീർ പോകുന്ന കാലത്ത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം എന്ന് സംശയം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ വാട്ടർ റിച്ച് സിറ്റുവേഷനിലാണ് വളരുന്നത്. എവിടെയും വെള്ളം. കേരളക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ പുഴകൾ, നദികൾ, തോടുകൾ, അരുവികൾ, സ്ട്രീമുകൾ, ഇഷ്ടംപോലെ മഴ. പോരാത്തതിന് മഴ കൂടിക്കൂടി അത് പേമാരിയായി ഫ്ലഡൊക്കെ അനുഭവിക്കാൻ നമ്മളോട് ഈ വെള്ളം പറ്റിയാണെന്ന് പറയുന്നത് അത്ര പ്രസക്തമല്ലല്ലോ. അപ്പോൾ ഈ സാധനത്തിന് എനിക്ക് നല്ലൊരു മറുപടി കിട്ടിയത് ഈ അടുത്താലത്ത് ഞാൻ അങ്ങനെ വാർത്ത കേട്ടിട്ടേ ഇല്ല. ബാംഗ്ലൂരിൽ കഴിഞ്ഞ 500 വർഷത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ഒരു വാട്ടർ സ്കേഴ്സിറ്റിയാണ് ഉണ്ടായത്. അപ്പോൾ അത് വലിയ ചോദ്യമാണ്. ഖുർആനിൽ ഇതുപോലെയുള്ള ഒരുപാട് ബ്രെയിൻ സ്റ്റോം ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കുറേ കാര്യമുണ്ട്. ഞാൻ ഒന്നും കൂടെ സാധനം സൂചിപ്പിക്കുക. ഒരു ചോദ്യം എങ്ങനെയാണ്, നിങ്ങൾക്ക് വെളിയിലിറങ്ങി വേല ചെയ്ത് ജീവസന്ധാരണം നടത്താൻ വേണ്ടി അള്ളാഹു പകൽ സംവിധാനിച്ചു. ക്ഷീണിതരായി വീട്ടിലേക്ക് വന്നാൽ ശാന്തമായി കിടന്നുറങ്ങാൻ രാത്രിയും നൽകി. എന്നിട്ട് ചോദിക്കുന്നത്, ഈ പകലിന് ശേഷം രാത്രി വന്നണയുന്നില്ലെങ്കിൽ പകൽ നിത്യമായി സർമ്മത എന്നാണ് ഖുർആൻ ഉപയോഗിക്കുന്ന വാക്ക്, എന്നെന്നുമായി പകൽ അങ്ങനെ തന്നെ നിലനിൽക്കുക, നട്ടുച്ച തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആര് തരും കിടന്നുറങ്ങാണ്ട് രാത്രി എന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല. അതേപോലെ നേരെ വൈസ് വേഴ്സ, രാത്രിയാണ്, നല്ല കൂരിരുട്ട, പുതച്ചുറങ്ങുന്നു. പക്ഷേ ആ രാത്രി എന്നും രാത്രി പുലരുന്നേ ഇല്ല. നിങ്ങൾക്ക് നല്ല വെളിച്ചമുള്ള പകൽ ആര് കൊണ്ടുതരുമെന്ന ചോദ്യം ഖുർആനുണ്ട്. ഇപ്പം നമ്മൾ വെളിച്ചം വെക്കുന്നു, പക്ഷേ
ഒരു വലിയ ഭൂഖണ്ഡത്തിലേക്കുള്ള വെളിച്ചം കൊടുക്കാനുള്ള ജനറേറ്റർ നമ്മളെത്തുണ്ടോ? ചിന്തിക്കാൻ വേണ്ടി മനസ്സ് ചിന്തിപ്പിക്കാൻ. അതേ ഗൗരവത്തിലാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്, ഖുൽ ഇന്ന അസ്ബഹമാകും ഗൗറ, നിങ്ങളിങ്ങനെ യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വെള്ളം അത് നഷ്ടപ്പെട്ടു പോയാൽ ആര് തരും? നമുക്ക് വെള്ളത്തിൻ്റെ കെമിക്കൽ മോളിക്യൂളൊക്കെ അറിയാം, H2O, ഹൈഡ്രജൻ നമുക്കറിയാം, ഓക്സിജൻ അറിയാം. ഇതൊക്കെ കൂട്ടി വെച്ചുകൊണ്ട് വെള്ളം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? അതൊക്കെ ഒരു സൈദ്ധാന്തിക സാധനം അല്ലാതെ വാണിജ്യാടിസ്ഥാനത്ത് ഉണ്ടാക്കാൻ എന്തുമാത്രം പണിയാണ്. മനുഷ്യൻ അവൻ്റെ ജീവിതം വെള്ളവുമായി അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്നു. നദീതട സംസ്കാരങ്ങൾ രൂപപ്പെട്ട് തന്നെ ഈ വെള്ളവുമായി ബന്ധം. മനുഷ്യൻ്റെ സാംസ്കാരിക ജീവനം തുടങ്ങുന്നത് തന്നെ ഈ വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടാണ്. നേരത്തെ നജീബ് സാർ സൂചിപ്പിക്കേണ്ട വിശ്വാസം ബന്ധപ്പെട്ടൊരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യന്മാർ കുറവായിരുന്നു, സമൂഹങ്ങൾ കുറവായിരുന്നു. ഇഷ്ടംപോലെ ഭൂപ്രകൃതിയുള്ള കാലത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ലാ യബുലു അന്ന അഹദുക്കും ഫിൽ മാ ഇദ്ദായും, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിങ്ങളാരും പോയി മൂത്രമൊഴിച്ചേക്കരുത്. കാരണം അന്ന് ഇഷ്ടംപോലെ അത്രയുള്ള സ്ഥലങ്ങളുണ്ട്, പിന്നെ വാദികളുണ്ട്, അതുപോലെ മലഞ്ചെരിവുകളുണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, ആളുകൾ കുറവാണ്. പക്ഷേ കാലഘട്ടത്തിൽ പോലും കെട്ടി നിൽക്കുന്ന വെള്ളത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് ആ ഹദീസ് കൃത്യമായി ഇന്നും നമ്മൾ പിന്നെ ഗ്രന്ഥങ്ങൾ വെച്ച് പഠിപ്പിച്ചു കൊടുക്കാം. എന്താ? ഒരു കാരണവശാൽ നിങ്ങൾ ലാ യബൂലൻ അഹദുക്കും ഫിൽ മാ ഇൽ ദായിം അല്ലദീ ലാ യജ്രി, ഒഴുകിപ്പോവാത്ത കെട്ടിക്കിടക്കുന്ന വെള്ളം നിങ്ങൾ മൂത്രമൊഴിക്കാൻ പാടില്ല. സുമ്മ യഖ്ദസുലുഫി, പിന്നെ അതിൽ വന്ന ആൾക്കാർ കുളിക്കും, അത് പാടില്ല എന്ന് പറയണ്ടേ. അതുപോലെ തന്നെ ഒരു സംഭവം നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ സഅദ് ബിൻ അബി വക്കാസ്, സഅദൊക്കെ തങ്ങളുടെ അടുത്ത് നടന്നു പോവാം. മഹാനവറുകൾ വുളു ചെയ്യുന്നു. വുളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു വിശ്വാസി ഒരു ദിവസം 5 നേരം നിസ്കരിക്കണം. ആ നിസ്കാരം പെട്ടെന്ന് ആൾ ഓഫ് എ സഡൻ പോയി ഓഫ് ഹാൻഡ് നിസ്കരിച്ചാൽ അതിന് ഒരുങ്ങണം. അതിനുള്ള മാനസികമായ ശാരീരികമായ പല നിലക്ക് ഒരുക്കപ്പെട്ട ഒരു ഒരുക്കമാണ് വെള്ളം തെളിക്കൽ. നമുക്കറിയാം, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പെട്ടെന്ന് ഇപ്പോൾ ഇങ്ങനെ കോയനങ്ങ് വീണാൽ നമ്മളെന്താ ചെയ്യുക? നല്ല വെള്ളം കൊണ്ടുവന്ന് കുടയും, ബോധം തെളിയാൻ. ബോധം കെട്ടവനിലേക്ക് ബോധം കൊണ്ടുവരുന്ന സാധനമാണ് വെള്ളം. വെള്ളത്തിൻ്റെ ദൗത്യം അതാണ്. ഒരു വിശ്വാസി ആ സമയം ഒരു വ്യക്തി ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് വന്നിങ്ങനെ മെറ്റീരിയൽസ് വേൾഡാണിത്. ഈ മെറ്റീരിയൽ വേൾഡിലേക്ക് അങ്ങ് ബോധം കെട്ട് വീണുകൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ലാഭം കിട്ടുമ്പോൾ, ഞാൻ ഫ്ലൈറ്റിൽ കയറി ഉയരത്തിലേക്ക് വരുമ്പോൾ, ഞാൻ മലക്ക് മുകളിൽ കയറുമ്പോൾ ഞാനാണ് വലിയവൻ, ഞാനാണ് അധിപൻ, ഞാനാണ് ദൈവം, ഞാനാണ് ചക്രവർത്തി, എൻ്റെ കീഴെ ആരുമില്ല എന്നൊക്കെ മനുഷ്യൻ തോന്നിപ്പോവാൻ സാധ്യതയുണ്ട്. അതൊരു ബോധം കെടലാണ്. ബോധമുള്ളവൻ ഒരിക്കലും അങ്ങനെ പറയൂല. അപ്പം അങ്ങനെ ബോധം കെടുന്നവനെ 5 പ്രാവശ്യം വെള്ളം തെളിച്ചുകൊണ്ട് ബോധമുണ്ടായി കൊടുക്കും. ആ വെള്ളം തെളിക്കൽ എങ്ങനെയാണ്? ഒരു വിശ്വാസിയുടെ ശരീരത്തിൻ്റെ എല്ലാ അഗ്രഭാഗങ്ങളിലും കൈ നന്നായി കഴുകണം, പിന്നെ വായിൽ വെള്ളമാക്കണം, മൂക്കിൻ്റെ അകത്ത് വെള്ളം കൊണ്ടുവരണം, തല തവണം, മുഖം മുഴുവനായി കഴുകണം, കാല് വരെ കഴുകി ശരീരം എല്ലാ അഗ്രഭാഗത്തിനും വെള്ളം തെളിച്ച് ആത്മീയമായ ബോധം തെളിക്കുന്ന പരിപാടിയാണ് വുളു എന്ന് പറയുന്ന അംഗശുദ്ധി. അപ്പോൾ സഅദ് ബിൻ അബി വക്കാസ് തങ്ങൾ ഇങ്ങനെ വുളു ചെയ്യുന്ന സമയത്ത് നബി തങ്ങൾ ചോദിക്കുക, എന്താണ് ഈ കളിക്കുന്നത്? മസ്സർഫു, എന്താണ് ഈ അമിതമായി ചെയ്യുന്നത്? അപ്പം അവർക്ക് സംശയമായി. അഫിൽ വുളു ഇസ്രാഫുൻ, ഇങ്ങനെ വുളു ചെയ്യുന്നതിലുണ്ടോ ഇസ്രാഫ്? അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അതെ ശരി, നിങ്ങൾ വുളു ചെയ്യുന്നത് ഇഷ്ടംപോലെ വെള്ളമുള്ള ചാലിയാറിൻ്റെ, പമ്പയുടെ, യമുനയുടെ, ഗംഗയുടെ തീരത്ത് വെച്ചാണ് നിങ്ങൾ വുളു ചെയ്യുന്നത്. കുറച്ച് വെള്ളമേ വേണ്ടൂ. നബി തങ്ങൾ വുളു ചെയ്യുമ്പോൾ ഒരു മുദ്ദ് വെള്ളം ഉപയോഗിച്ചത്, ഇത്ര വെള്ളം വേണ്ടു. അത്രയ്ക്ക് വെള്ളം ആവശ്യമുള്ള ഒരു വുളു എന്ന് പറയുന്ന ആത്മീയ പ്രധാനമായ ഒരു ശുദ്ധിക്രിയ ചെയ്യുമ്പോൾ പോലും അത് ഇത്ര പരന്ന് കിടക്കുന്ന നദിക്ക് അരികിൽ വെച്ചാണെങ്കിൽ പോലും നിങ്ങൾ അമിത വ്യയം ചെയ്യാൻ പാടില്ല, എക്സ്ട്രാ വാൻസ് കളിക്കാൻ പാടില്ല, പരിമിതമായിട്ട് മാത്രമേ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു ഹദീസ് കൂടെ നമുക്കവിടെ ചേർത്ത് വായിക്കാവുന്നതാണ്. ഒരാൾ ജീവിതകാലത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, മരണാനന്തര ജീവിതത്തിലൊക്കെ അദ്ദേഹത്തിന് നല്ല നല്ല കാര്യങ്ങൾ വേണം. അങ്ങനെ 7 കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞു, 1 മരം നടുക. നീ ജീവിക്കുന്ന കാലത്ത് മരം നട്ട് കഴിഞ്ഞാൽ നിൻ്റെ മരണശേഷം നിനക്കുള്ള വലിയ ഒരു തണുപ്പായി, ഒരു നനവായി, ഒരു ആത്മീയമായ ആർദ്രതയായി എന്നും കൂടെ ഉണ്ടാവുന്നതാണ്. കൂടുതൽ പറഞ്ഞ ഒരു കാര്യം, ഒരു പുഴയുണ്ടാക്കുക, ഒരു ജലാശയം ഉണ്ടാക്കുക എന്നുള്ള. ഇങ്ങനെ വിശ്വാസപരമായി നോക്കുമ്പോഴും വെള്ളം, ജലം എന്ന് പറയുന്നത് കേവലം നിത്യോപയോഗ സാധനമെന്നതിലുപരി നമ്മുടെ മീമാംസാ തലത്തെ, നമ്മുടെ ദാർശനികതയെ, നമ്മുടെ നാഗരികതയെ, നമ്മുടെ മുച്ചൂടും ബാധിക്കുന്ന വലിയൊരു സംഗതിയാണ് നമുക്ക് കാണാൻ പറ്റും. ബഷീറിൻ്റെ സാഹിത്യത്തിൽ പ്രകൃതി നിറഞ്ഞു നിൽക്കുന്നെന്ന് നമ്മൾ പറയാറുണ്ട്. ഖുർആൻ ആദ്യന്തം വായിച്ചാൽ ഖുർആനിൽ പ്രകൃതിയും പ്രപഞ്ചവും നിറഞ്ഞു നിൽക്കുന്നതാണ്. പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്നതാണ്.
എല്ലാ ഭാഗത്തും പ്രപഞ്ചത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഇട്ട് വെച്ചുകൊണ്ട് നമ്മിലേക്ക് ഇങ്ങനെ പുതിയ പുതിയ ചിന്തകൾ വരുന്നു. ഇന്നത്തെ കാലത്ത് പ്രകൃതിയെപ്പറ്റി പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം എക്സ്പ്ലോയിറ്റ് എന്നാണ്. എക്സ്പ്ലോയിറ്റ് ദ നേച്ചർ. വളരെ വളരെ നെഗറ്റീവായ, വളരെ അറഗൻ്റായ പ്രയോഗമാണ്. നമ്മൾ ഈ ചൂഷണം ചെയ്യാവുന്ന വാക്കിനല്ലേ സാറേ ഒരു നെഗറ്റിവിറ്റി അതിൽ കുടികൊള്ളുന്നുണ്ട്. നമ്മൾ പ്രകൃതിയെ ഒരിക്കലും ചൂഷണം ചെയ്യേണ്ടവരല്ല, നമ്മൾ പ്രകൃതിയെ പോഷണം ചെയ്യേണ്ടവരാണ്, പോഷിപ്പിക്കാൻ വേണ്ടത്. നമ്മൾ അത്രയും മിനിമം ഉപയോഗിക്കുക. ഒരിക്കലും ഇസ്ലാമിനെ പോലെയുള്ള ഒരു വിശ്വാസധാര ഒരു സംഗതിയും അമിതമായി ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് കേവലം ഒരു ഐഡിയോളജിക്കൽ ടെക്സ്റ്റ് അല്ല കേട്ടോ, അത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ട സംഗതി. ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. സ്വഹാബിമാരിൽപ്പെട്ട തിരുനബിയുടെ സഖാക്കളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. എന്ന് വെച്ചാൽ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നനായ, അതിസമ്പന്നനായ വ്യക്തിയാണ്. കച്ചവടത്തിൻ്റെ അട്ടക്കണ്ണ് കണ്ട വ്യക്തിയാണ്. മക്കയിൽ നിന്ന് നബിയുടെ കൂടെ മദീനയിലേക്ക് ഹിജറ എല്ലാം വിട്ടേച്ചുകൊണ്ട് വിശ്വാസത്തെ നെഞ്ചിലേറ്റി മുറുകെ പിടിച്ചുകൊണ്ട് മദീനയിലേക്ക് എത്തിയ വ്യക്തിയാണ്. അങ്ങനെ മദീനയിലെത്തിയ സമയത്ത് ചെയ്തിരുന്നത് ഓരോ മക്കാ നിവാസിയെയും ഓരോ മദീനക്കാരനുമായി ഇങ്ങനെ ചേർത്ത് വെച്ച് അതിഥിയായി വീട്ടിൽ താമസിക്കുന്ന ഒരു ശൈലിയായിരുന്നു. അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, എൻ്റെ അതിഥിയല്ലേ, അപ്പോൾ എനിക്ക് ഈ മദീനയിൽ വളരെ വിലപിടിപ്പുള്ള 2 മനോഹരമായ ഈന്തപ്പൻ്റെ തോട്ടമുണ്ട്, നിങ്ങൾ നാളെ എൻ്റെ കൂടെ വരണം. ഈ 2 ഈന്തപ്പൻ്റെ തോട്ടം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിനാ നിങ്ങൾക്ക് എഴുതിത്തരാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നിങ്ങനെ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്കിപ്പോൾ തൽക്കാലം ഈന്തപ്പൻ്റെ തോട്ടം നിങ്ങളത് വേണ്ട, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്ന് ചോദിച്ചു. എന്താണെന്ന് ചോദിച്ചു. നാളെ എനിക്ക് മദീനയിലെ സൂക്ക്, മദീനയിലെ ചന്ത, അങ്ങാടി ഒന്ന് കാണിച്ചെന്നാമെന്ന്. ഓ അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊന്നും സ്വീകരിച്ചില്ല, ഔദാര്യങ്ങളൊന്നും സ്വീകരിച്ചില്ല. അങ്ങനെ പിറ്റേന്ന് പോയി മദീനയിൽ സൂക്ക്, അങ്ങാടി ഇങ്ങനെ ഒന്ന് വീക്ഷിച്ചു. അപ്പോൾ കച്ചവടം, ബിസിനസ് ഇൻ്റലിജൻസ് ഉള്ള ആളുകൾക്ക് ശരിക്കും എവിടെയാണ് കച്ചവടത്തിൻ്റെ ഒരു മർമ്മം എന്ന് മനസ്സിലാവും. അദ്ദേഹം അന്ന് തന്നെ ഉള്ള പൈസ കൊടുത്ത് കുറച്ച് വെണ്ണയും കുറച്ച് പാൽക്കട്ടയൊക്കെ വാങ്ങി കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ തുടങ്ങി. വളരെ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അദ്ദേഹം വലിയ കച്ചവടക്കാരനായി. ഒരിക്കലും ഇങ്ങനെ നോക്കും വലിയ പുക ഇങ്ങനെ മണ്ണ് പുകയൊക്കെ വരുന്നു. അപ്പോൾ എന്താ നോക്കുമ്പോൾ സിറിയയിൽ നിന്നും കച്ചവടം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് വരുന്ന ഒട്ടകത്തിൻ്റെ വലിയ പടയാണ്. അപ്പം അത്രയും, ഞാൻ പറയുന്നത് അത്രയും സമ്പത്ത് കുമിഞ്ഞു കൂടിയ വ്യക്തിയായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ്. മഹാനവറുകൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു ദിവസം നോമ്പ് തുറക്കാനിരിക്കുക. പകൽ ഫുള്ളും നോമ്പായിരുന്നു. നോമ്പ് തുറക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ നല്ല വിഭവസമൃദ്ധമായ ആഹാരം ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പകൽ മുഴുവൻ നോമ്പ് നോറ്റാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കൊരു ആർത്തിയായിരിക്കും കഴിക്കാൻ. അദ്ദേഹം ആ സമയത്ത് ഇങ്ങനെ കണ്ണുനീര് വരിക. കണ്ണീര് വെള്ളമാണ്, മനുഷ്യനെ ദഹിപ്പിച്ച് കൊണ്ടുവരുന്നത് വെള്ളം. വെള്ളത്തിന് വളരെയധികം ഫിലോസഫിക്കൽ ബേസുള്ള സാധനം. കഴിക്കുന്നില്ല. അപ്പോൾ കൂടുതൽ ചോദിച്ചു, എന്ത് പറ്റി, പിന്നെയും കരയുന്നു. അപ്പോൾ പറയുന്നു, എൻ്റെ കൂടെ പലരും ഉണ്ടായിരുന്നു, അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പെട്ടെന്ന് മരിച്ചുപോയി. എനിക്ക് എൻ്റെ അവസാന കാലമാകുമ്പോഴേക്കും ഈ മെറ്റീരിയൽ വേൾഡിൽ എല്ലാവിധ സമൃദ്ധികളും റിച്ച്നെസ്സും ഇങ്ങനെ വന്നിരിക്കുന്നു. കണ്ടില്ലേ, ആഹാര സമൃദ്ധി, പഴങ്ങളുണ്ട്, പലഹാരങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടി, എനിക്ക് നാളെ പാരത്രിക ലോകത്ത് കിട്ടേണ്ടുന്ന എൻ്റെ റിവാർഡുകളൊക്കെ ഇവിടെ തന്നെ കിട്ടിപ്പോവുകയാണോ എന്ന് പേടിച്ചൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ പരമാവധി ഞാൻ ഉപയോഗിക്കുക, എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അങ്ങനെ അതാണ് നമ്മളെ സിദ്ധാന്തം. അതല്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിരക്തി, പരിവ്രാജ്യത, സുഹൃദ് എന്നൊക്കെ പറഞ്ഞ സാധനം വെച്ചുകൊണ്ട് കഴിക്കാതെ എഴുന്നേറ്റ് പോയെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അത് ഞാൻ പറയുന്നത് ഒരു ഭംഗി വാക്കല്ല. നാം അമിതമായ മെറ്റീരിയൽ കൺസെപ്റ്റിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നുള്ളത് ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന നോവലിൽ സിദ്ധാർത്ഥ പറയുന്നുണ്ട്, എനിക്ക് ആഹാരമായിട്ട് ഒരു ദിവസം ഒന്നും കിട്ടിയില്ല എങ്കിൽ ഞാനന്ന് ഉപവസിക്കും. അതൊരു നിവൃത്തികേടാണ്. കാരണം ഭക്ഷണം കിട്ടിയില്ല പിന്നെ വേറെ വഴിയില്ലല്ലോ. നമ്മൾ പറയുന്ന വ്രതം അതല്ല. ഉണ്ടെങ്കിൽ പോലും എത്ര മുന്നിലുണ്ടെങ്കിലും നോമ്പ് നോറ്റുകൊള്ളണം. ആ നോമ്പിൻ്റെ ഒരു സ്പാനുണ്ട്, അതെല്ലാവർക്കും സമമാണ്. അത് ഓരോരുത്തരുടെ വാർഷിക വരസംഖ്യ നോക്കിയിട്ടല്ല. UGC സാലറിയുള്ള ആൾക്കാർക്ക് അവരോട് ഇങ്ങനെ നോമ്പ് നോക്കാനൊക്കെ പറയാം, മോശമല്ല. അവർ രാവിലെ ഒരു 4 മണി സുബഹി മുതൽ ഒരു 10 മണി വരെ നോറ്റാൽ മതി. അതിനേക്കാൾ വലിയ ബിസിനസ്സുകാർക്ക് ഒരു ഉച്ചവരെ മതി. പിന്നെ MA യൂസുഫ് അലിയൊക്കെ പോലുള്ള ആൾക്കാർ വലിയ ആൾക്കാരല്ലേ, ഓലോട് ഇപ്പോൾ ഇങ്ങനെ നോമ്പ് നോക്കാനൊക്കെ പറയാം. ഓരോ ഒരു 2 മണിക്കൂറൊക്കെ നോറ്റാൽ മതി. പിന്നെ സൗദിയിലായിരുന്നല്ലേ, സൗദി രാജാവ്, അതുപോലെ UAE ഷീഖ്, അവരോടൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ 8 മണിക്കൂറൊക്കെ വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെ, സ്വന്തം ഭാര്യയെ അടുത്ത് വിളിക്കാതെ ഇങ്ങനെ ഇരിക്കാൻ പറയേ, ഒക്കെ നടക്കുമോ? അങ്ങനൊന്നുമില്ല. നമ്മളെ നാട്ടിൽ ഏറ്റവും ദരിദ്രനായ കീറിപ്പറിനെ കുളി താമസിക്കുന്ന ഒരു യാചകനും സൗദി എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയൊക്കെ
ഈ 5:30 മുതൽ വൈകുന്നേരം 6:30 7:45 നോമ്പ് നോറ്റിരിക്കണം. അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം അതൊക്കെ നമ്മൾ ശീലിപ്പിക്കുന്നത് നമുക്കുണ്ടായിട്ട് പോലും അത് ആവശ്യത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരുതരം മെറ്റീരിയൽ ഭ്രാന്തന്മാരെ മാറരുത്. കടിച്ച് പിടിച്ച് ക്ഷമിച്ച് നിന്നുകൊള്ളണം, ത്യജിക്കണം, ത്യാഗം വേണമെന്ന് പറയുന്ന വളരെയധികം സ്പിരിച്വൽ വാല്യൂ ആണ്. അത് മുറുകെ പിടിക്കുവാൻ, അത് നേരത്തെ സംസാരിച്ച ആളൊരു വാക്കുപയോഗിക്കണ്ടേ, കാർബൺ നോമ്പ്, വളരെ രസമുണ്ടായത്. നമ്മൾ കാർബൺ നോമ്പ് കൂടി പിന്നെ വഹിക്കുന്നവരാവണം. ആഹാരവും വെള്ളവും ഒക്കെ മിതമായി ഉപയോഗിച്ച് പ്രകൃതി, എനിക്ക് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഖുർആനിൻ്റെ തുടക്കത്തിൽ മനുഷ്യരാശിയുടെ ആരംഭത്തെപ്പറ്റി പറയുന്നതൊരു പ്രയോഗമുണ്ട്. മനുഷ്യനെ പറ്റി പറയുന്നത് എന്താ അറിയോ? ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ എൻ്റെ പ്രതിനിധിയായിട്ട് നിങ്ങൾ അയക്കുന്നത്. നമ്മളാരെങ്കിലും ഒരു കൂട്ടുകാരൻ, ഇപ്പോൾ സഞ്ജു സാർ അദ്ദേഹം സൗദിയിലേക്ക് പോവാണ്, അപ്പോൾ എന്നോട് പറയുന്നു എൻ്റെ വീട് ഇതൊക്കെ നിങ്ങൾ അവിടെ നിന്നോ, ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പ്രതിനിധി അവിടെ നിർത്തി. അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്ക് ഞാനവിടെ മൊത്തം കളച്ച് മറച്ച് ഇല്ലാതാക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? എങ്ങനെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അതേപോലെ കീപ്പ് ചെയ്യലാണ് അതിനുള്ള കമ്മിറ്റ്മെൻറ്റ്. അപ്പം അള്ളാഹു എന്ന് പറയുന്ന പ്രപഞ്ചനാഥൻ്റെ ഖലീഫയായി, റെപ്രസെൻറ്റേറ്റീവായ, അംബാസഡറായി ഭൂമിയിൽ വസിക്കുന്ന നമ്മൾ ആ ബോധത്തോടു കൂടിയാണ് ഇവിടെയുള്ള റിസോഴ്സുകൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ആ ഒരു പാഠം ഇത്തരം ക്യാമ്പയിനുകളിലൂടെ അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുവാനും ആ ആശയത്തിലേക്ക് ആളുകളെ കൂട്ടുവാനും SSF മുന്നോട്ട് വന്നത് വളരെ ശ്ലാഘനീയമാണ്. എല്ലാവിധ അഭിനന്ദനവും അറിയിക്കുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും.